2024 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ് സുമാല. സമറാങ് എന്ന ഗ്രാമത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന സുമല എന്ന പെൺകുട്ടിയുടെ കഥ അവളുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന്റെ വലിയൊരു ബാക്കി. മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം കൂടിയാണ് കേട്ടോ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ 1976 ഒരു ഇന്തോനേഷ്യൻ ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ കുറെ കുട്ടികൾ ചേർന്ന് പന്തൊക്കെ ഉണ്ടാക്കി അതുമായിട്ട് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അബ്ദി സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിൽ കയറണം കേട്ടല്ലോ. സമ്മതിച്ചുകൊണ്ട് അബ്ദി കൂട്ടുകാരുമൊത്ത് ചോളപ്പാടത്തേക്ക് ചെന്ന് കളിക്കാൻ തുടങ്ങി. കളിയുടെ ആവേശത്തില് സമയം പോകുന്നത് പോലും അറിഞ്ഞില്ല. ഏകദേശം സന്ധ്യ ആയതും ബാക്കിയുള്ള കുട്ടികളെല്ലാം വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അബ്ദി അപ്പോഴും തന്റെ കൂട്ടുകാരൻ സുട്രീനയും ഒത്ത് കളിക്കാനുള്ള ആവേശത്തിലാണ്. ഇടയ്ക്ക് വെച്ച് സുട്രീനോ പന്ത് ഊക്കിന് തട്ടിയതും അത് ചെന്ന് പാടത്തിന് നടുവിലായിട്ടാണ് വീഴുന്നത്. രണ്ടുപേരും വേഗം തന്നെ അതെടുക്കാനായിട്ട് പാടത്തിനുള്ളിലേക്ക് കയറുന്നു. അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി. ഇതുവരെയായിട്ടും രണ്ടുപേർക്കും പന്ത് കിട്ടിയിട്ടില്ല. സുട്രി, നമുക്ക് നാളെ വന്ന് നോക്കാം, ഇപ്പൊ തന്നെ നേരം ഇരുട്ടി. അബ്ദി പറഞ്ഞു നോക്കിയെങ്കിലും സുട്രി അത് കേൾക്കാൻ തയ്യാറായില്ല. അവൻ ഇപ്പൊ പന്ത് കിട്ടിയേ തീരൂ. വീണ്ടും രണ്ടുപേര് ചേർന്ന് തിരയാൻ തുടങ്ങിയപ്പോഴാണ് അബ്ദി, സുട്രീനോ എന്റെ കൂടെ കളിക്കാൻ വാ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. അബ്ദിക്ക് നല്ല പേടി തോന്നിയെങ്കിലും സുട്രി അവനെയും കൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. കുറച്ചും കൂടി ഉള്ളിലേക്ക് ചെന്നതും വളരെ വികൃതമായ രൂപമുള്ള ഒരു പെൺകുട്ടി. അവളുടെ കയ്യില് അവരുടെ പന്തുണ്ട്. ഡി, അതെന്റെ പന്താ, മര്യാദയ്ക്ക് തന്നോ. അതും പറഞ്ഞ് സുട്രി ആ പെൺകുട്ടിയുടെ പുറകെ ഓടാൻ തുടങ്ങി. പോകല്ലേ എന്ന് അബ്ദി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് ഒരു കാട്ടിലേക്കാണ് സുട്രി ഓടിക്കേറിയതും. പിറകെ ചെന്ന അബ്ദി കാണുന്നതോ ആ പെൺകുട്ടിയല്ല, ഒരു കൊടൂര രൂപം. സുട്രിയുടെ തല ഒരു കല്ലുകൊണ്ട് ഇടിച്ചിടിച്ച് പൊളിക്കുവാണ്. എന്നിട്ട് ഇത് കണ്ട് പേടിച്ചു വിറച്ചു നിൽക്കുന്ന അബ്ദിയെ നോക്കി വല്ലാത്തൊരു ചിരി. ഇത് കണ്ട ചെക്കൻ ജീവനം കൊണ്ടൊരൊറ്റ ഓട്ടം നേരെ വീട്ടിലെ കൂടി ചെന്ന് തന്റെ അച്ഛനോട് കാര്യം പറയുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ നാട്ടുകാരെയും കൂട്ടി അബ്ദി പറഞ്ഞ ആ കാട്ടിലേക്ക് ചെല്ലുകയാണ്. കൂട്ടത്തില് സുട്രിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. പക്ഷേ അവർ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ബോഡി ഉണ്ടായിരുന്നില്ല. പക്ഷേ നിറയെ രക്തം തളം കെട്ടി കിടപ്പുണ്ട്. അപ്പോഴാണ് നദിക്കരയിൽ നിന്നും ആരും അങ്ങോട്ടേക്ക് വരാൻ വിളിച്ചു പറയുന്നത്. അപ്പോ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. ചെന്ന് നോക്കുമ്പോഴോ നദിയിലുള്ള ഒരു പാറക്കല്ലിന് മുകളിലായിട്ട് വളരെ ക്രൂരമായിട്ട് കൊന്നിട്ടിരിക്കുകയാണ് അവനെ. അവന്റെ അച്ഛന് സഹിക്കാനാകുമോ? അയാള് ആ ബോഡിയെ കെട്ടിപ്പിടിച്ച് വലിയ വായിൽ കരയുകയാണ്. പക്ഷേ അബ്ദി പറഞ്ഞ ഈ പ്രേതക്കഥയൊന്നും ആരും വിശ്വസിച്ചില്ല. മരിച്ച പയ്യന്റെ അച്ഛനാണെങ്കിൽ അവനെ കൊന്നത് അബ്ദിയാണെന്ന് പറഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് ഭയങ്കര ബഹളം. സത്യമായിട്ട് ഞാനല്ല, അതൊരു പെൺകുട്ടിയായിരുന്നു. ഒരു കല്ല് വെച്ച് അവനെ അടിച്ചു കൊല്ലുന്നത് ഞാൻ കണ്ടതാ. ഏത് പെൺകൊച്ച്? നീ കള്ളം പറയുവാ. അബ്ദി കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നതേയില്ല. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരാൾ മുന്നോട്ടേക്ക് വരുന്നത്. സബ്ദോ എന്നാണ് ആളുടെ പേര്. ഇവൻ പറയുന്നത് എനിക്ക് വിശ്വാസമാണ്. അവൾ ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലേ? നിങ്ങൾ ആരുടെ കാര്യമായി പറയുന്നത്? സുമാല, ചെകുത്താന്റെ കുഞ്ഞാണത്. സുമാല എന്ന പേര് ആ ഗ്രാമത്തിലുള്ള ആർക്കും അധികം അങ്ങോട്ട് പരിചയമില്ലായിരുന്നു. ഇതിന്റെ എല്ലാം തുടക്കം 29 വർഷങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ അയാള് സുമാലയുടെ കഥ പറയാൻ തുടങ്ങി. വർഷം 1947. സെമറാങ് എന്ന ഇതേ ഗ്രാമം. ചോളപ്പാടത്തിന് നടുവിലൂടെ ഒരു കാറ് പോവുകയാണ്. അതിനുള്ളിലിരിക്കുന്ന ഇവരുടെ പേരാണ് സുലോസ്ത്രീ. ഈ ഗ്രാമത്തില് സോഡ്ജിമാൻ എന്ന പേരുള്ള വലിയൊരു കോടീശ്വരനുണ്ട്. ഗ്രാമത്തിന്റെ തലവൻ കൂടിയാണ് അയാൾ. അയാളുടെ ഭാര്യയാണ് ഈ സുലോസ്ത്രീ. ഇതേ സമയം സോഡ്ജിമാൻ അയാളുടെ അങ്കിളുമായിട്ട് ഭയങ്കര ചർച്ചയിലാണ്. നിനക്കറിയാലോ, ഈ ഗ്രാമത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറിയാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ ബന്ധുക്കൾ ഒരുപാട് സ്ഥലങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ നീ കുറച്ച് സ്ഥലം എഴുതി തന്നാൽ പ്രശ്നം തീരും. എനിക്ക് എന്റെ ഫാക്ടറി തുടങ്ങുകയും ചെയ്യാം. എനിക്ക് ആ സ്ഥലം വിൽക്കാൻ താല്പര്യമില്ലെന്ന് അങ്കിളിനോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത്? നീ എന്തിനാ എപ്പോഴും എന്റെ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് നിന്റെ സ്ഥലം മാത്രമല്ല, കുടുംബസ്വത്താണ്. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയാൽ തന്നെ അതിന്റെ ലാഭമൊക്കെ നിനക്കും കൂടെ അല്ലേ കിട്ടുന്നത്? പിന്നെ എന്താ നിനക്ക് പ്രശ്നം? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുലോസ്ത്ര ഇടയ്ക്ക് വന്ന് ഇവർക്ക് കുടിക്കാൻ കോഫി കൊടുക്കുന്നത്. അവള് പോയതും അയാള് വീണ്ടും അവനെ കുത്താൻ തുടങ്ങി. ഇവളുടെ പ്രായത്തിലെ എന്റെ ഭാര്യയ്ക്ക് കുട്ടികൾ 8 പക്ഷേ നിനക്കോ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടും ഒരു കുട്ടി പോലും ഇല്ല. ഇങ്ങനെ പോയാല് നിന്റെ ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശം ഇല്ലാതാകും. അവസാനം ഇതെല്ലാം എന്റെ കുടുംബത്തേക്ക് തന്നെ വരാൻ പോകുന്നത്. ഇത് കേട്ടതും സോഡ്ജിമാന് നല്ല ദേഷ്യം വരുന്നു. പറഞ്ഞത് സത്യമായ കാര്യമാണ്. ഇതിന്റെ ദേഷ്യം മുഴുവനും അയാൾ അകത്തേക്ക് ചെന്ന് തന്റെ ഭാര്യയോടാണ് തീർക്കുന്നത്. ഇനി ഒരു 6 മാസം കൂടി ഞാൻ നിനക്ക് സമയം തരും. ആ സമയത്തിനുള്ളിൽ നീ ഗർഭിണി ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കല്യാണം കഴിക്കും. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ അവിടുന്ന് പോകുന്നു. സുലോസ്ത്രീക്ക് ഇത് സഹിക്കാനായില്ല. ആരും കാണാതെ വീടിന് പുറത്തുണ്ടായിരുന്ന ചായ്പിന്റെ സൈഡിൽ ചെന്നിരുന്ന അവർ കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴാണ് അതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേര് പരസ്പരം സംസാരിക്കുന്നവർ കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിലൊരാൾക്ക് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ചെയ്യാത്ത മരുന്നില്ല, കാണാത്ത വൈദ്യരില്ല. ഇനി എന്ത് വേണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അയാൾ. അപ്പോഴാണ് കൂടെയുള്ള ആൾ പറയുന്നത് അടുത്തുള്ള ഗ്രാമത്തിലെ കാട്ടിലായിട്ട് ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയെ ചെന്ന് കണ്ടാൽ 2 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടാവും. സുലോസ്ത്രീയുടെ അതേ അവസ്ഥയായിരുന്നു അയാൾക്കും. അങ്ങനെ പിറ്റേന്ന് തന്നെ
അയാളോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ട് സുലോസ്ത്രീ ഒരു ജോലിക്കാരിയും കൂട്ടി ആ അമ്മൂമ്മയും തേടി പോകുന്നു. ഒരു വലിയ പുഴ കടന്നു വേണം അമ്മൂമ്മയുടെ വീട്ടിലെത്താൻ. ആ പുഴയുടെ അപ്പുറത്തുള്ള വലിയ കാട്ടിലെ ഒറ്റപ്പെട്ട ഒരു വീട്, അവിടെയാണ് ആ അമ്മൂമ്മ താമസിക്കുന്നത്. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മറ്റുള്ള മന്ത്രവാദികളെ പോലെയല്ല ഞാൻ. ബ്ലാക്ക് മാജിക് ആണ് എന്റെ ജോലി, ദുർമന്ത്രവാദം. അത് നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. മറുത്തൊന്നും ചിന്തിക്കാതെ സുലോസ്ത്രീ അതിന് സമ്മതം മൂളുന്നു. എങ്കിൽ ശരി, അതിനു മുന്നേ കുറച്ച് ചടങ്ങുകൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നീ എന്റെ യജമാനുമായിട്ട് ബന്ധിക്കപ്പെടും. ആരാ യജമാനൻ? ഇബിലീസ്, ചെകുത്താനാണ് എന്റെ യജമാനൻ. അവര് പറഞ്ഞത് കേട്ടതും സുലോസ്ത്രീ ഞെട്ടിപ്പോയി. എങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുന്നേ 2 കണ്ടീഷനുണ്ട്. ഒന്നാമത്തെ കാര്യം, നിനക്ക് ജനിക്കുന്നത് ഇരട്ട കുട്ടികളായിരിക്കും. അതിലൊരു കുട്ടി നല്ല ഭംഗിയും ദയയും ഒക്കെയുള്ള മനുഷ്യവർഗത്തിൽപ്പെട്ടതായിരിക്കും. പക്ഷേ രണ്ടാമത്തെ കുട്ടിക്ക് ചെകുത്താന്റെ രൂപമായിരിക്കും. സ്വഭാവവും അതുപോലെ തന്നെ. എല്ലാം ചെകുത്താന്റേതിന് സമം. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ 10ാമത്തെ വയസ്സുവരെ നീ നിന്റെ ഭർത്താവും അവരെ നല്ലതുപോലെ വളർത്തണം. 10 വയസ്സായി കഴിഞ്ഞാൽ ചെകുത്താന്റെ കുട്ടി ചെകുത്താനിലേക്ക് തന്നെ തിരികെ പോകും. മറ്റേ കുഞ്ഞിനെ നിങ്ങൾക്ക് സന്തോഷത്തോടെ വളർത്തുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ആ കുട്ടികളെ നല്ലതുപോലെ നോക്കിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഓരോ വർഷം കഴിയുന്തോറും കഷ്ടകാലം ഇങ്ങനെ കൂടി വരത്തേയുള്ളൂ. അങ്ങനെ അവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചതും സുലോസ്ത്രീ റിച്വലിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവൾ തറയിലേക്ക് കിടത്തിയ ശേഷം അമ്മമ്മ എന്തോ വലിയ മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണ്. ശേഷം ഒരു ജാറിലേക്ക് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്നൊന്നും അറിയില്ല കുറച്ച് മാംസ കഷ്ണങ്ങൾ ഇടുന്നു. പിന്നീട് അതിലേക്ക് കുറച്ച് രക്തം കൂടി ഒഴിക്കുന്നുണ്ട്. അത് കൊണ്ടുവന്ന് നേരെ സുലോസ്ത്രീയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അവൾ അത് കുടിച്ചിറക്കിയതും സെക്കൻഡുകൾക്കുള്ളിൽ അവളുടെ ശരീരം മുഴുവനും കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ശരീരമെല്ലാം വരിഞ്ഞു മുറുകി ബാധ കയറിയതുപോലെ എന്തൊക്കെയോ ചെയ്യുന്നു അവൾ. അവസാനം കൈയും കാലും മാത്രം തറയിൽ ഊന്നി ഉയർന്നു പൊങ്ങിയതും അതിനോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആയതുപോലെ അവളുടെ വയറും വീർത്തു വരുന്നു. ഈ സ്ത്രീ ഇനി മുതൽ നിന്നെ സേവിക്കുന്നതാണ്. അതും പറഞ്ഞ് അവർ ആ വയറിലേക്ക് കൈയമർത്തിയതും അത് വീണ്ടും പഴയതുപോലായി. ഇനി വെറും 2 മാസം, അതിനുള്ളിൽ നീ ഗർഭിണിയായിരിക്കും. അങ്ങനെ 2 മാസങ്ങൾ കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അവൾ ഇരട്ടകളെ ഗർഭം ധരിക്കുകയും ചെയ്തു. സോൾജിമാന് സന്തോഷം അടക്കാനായില്ല. എത്ര വർഷത്തെ കാത്തിരിപ്പാണ്. എന്തായാലും ആ മുത്തശ്ശിക്ക് നല്ല കഴിവുണ്ട്. നിന്റെ വയറ്റില് ഒറ്റ തവണയൊന്ന് മസാജ് ചെയ്തപ്പോൾ തന്നെ നീ പ്രഗ്നന്റ് ആയില്ലേ? സത്യത്തില് സുലോസ്ത്രീ അയാളുടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മമ്മയുടെ അടുത്ത് മസാജ് ചെയ്യാൻ പോയെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും അറിയില്ലല്ലോ. പെൺകുട്ടിയായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു പറയുന്നു. ഒരു കുട്ടിക്ക് കുമാല എന്നും മറ്റേ കുട്ടിക്ക് സുമാള എന്ന് പേര് വെക്കുന്നു. ശേഷം അയാൾ തന്റെ ജോലിക്കാരനായ സുക്കീറിനെ വിളിക്കുന്നു. മുഴുവൻ ഗ്രാമത്തെ നീ ഇത് അറിയിക്കണം. എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന്, എന്റെ കുഞ്ഞിനെ അവൾ ഉദരത്തിൽ ചുമക്കുന്നു എന്ന് എല്ലാവരും അറിയിക്കണം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. 8ാം മാസത്തിലെ ചടങ്ങൊക്കെ നാടൊക്കെ വിളിച്ചുകൂട്ടി വലിയ ആഘോഷത്തിലാണ് നടത്തിയതും. ഒടുക്കം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. പ്രസവ വേദന വന്നതും അവര് വേദന കൊണ്ട് കിടന്ന് പൊളയാൻ തുടങ്ങി. എന്നാൽ ആ സമയത്തും ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ അവൾ ആ സമയം കാണുന്നത് സാക്ഷാൽ ചെകുത്താനെയായിരുന്നു. തൊട്ടടുത്തുള്ള ചെയറിലിരുന്ന് അവളെ തന്നെ നോക്കിയിരിക്കുന്നു. അതേ സമയം തന്നെയാണ് ആദ്യത്തെ കുഞ്ഞ് ജന്മം എടുക്കുന്നതും. പക്ഷേ കുഞ്ഞിന് അനക്കമില്ല. ഒരു പക്ഷേ പ്രസവത്തോടെ ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാകാം. അവർ ആ കുഞ്ഞിനെ അടുത്തുള്ള തൊട്ടിയിലേക്ക് മാറ്റി കിടത്തുന്നു. എന്നാൽ 2ാമത്തെ കുഞ്ഞ് ജന്മമെടുത്തതും എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ആ കുഞ്ഞിനെ കാണാൻ അത്രയും വികൃതമായിരുന്നു. ഇതും കണ്ടുകൊണ്ടാണ് ആ സോൾജിമാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നതും. ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞാണ്, അതും ഇത്രയും വികൃതമായ രൂപത്തില്. ആ സമയത്ത് അയാൾക്ക് എന്താണ് തോന്നിയതെന്നൊന്നും അറിയില്ല. ദേഷ്യത്തോടെ അയാൾ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഒരു മടി പോലും കാണിക്കാതെ അയാളെ കുഞ്ഞിനെ കൊന്നുകളയുന്നു. എന്നാൽ ആ കുഞ്ഞങ്ങോട്ട് മരിച്ചതും ആ നിമിഷം തന്നെ തൊട്ടിൽ അനക്കമില്ലാതെ കിടന്ന കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞ് ജീവനോടെ വന്നതല്ലേ. അയാൾക്ക് സന്തോഷം അടക്കാനായില്ല. അന്ന് രാത്രി തന്നെ സുക്കീറിനെ വിട്ട് അയാൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വിവരം അറിയിക്കുന്നു. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയിരിക്കുകയാണ്. കുമാലയ്ക്ക് ഇപ്പോൾ 3 വയസ്സ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നന്നായിട്ട് നടക്കാൻ കഴിയില്ല. അവളുടെ ഒരു കാലും കൈയും വളഞ്ഞിരിക്കുവാണ്. മാത്രമല്ല ഇതുവരെ സംസാരിച്ചിട്ടുമില്ല. വീണ്ടും 2 വർഷങ്ങൾ കൂടി കടന്നുപോയി. കുമാലയ്ക്ക് ഇപ്പോഴൊരു മാറ്റവും ഇല്ല. വീടിന്റെ മുന്നിലായി അവൾ തന്റെ സൈക്കിൾ ഇങ്ങനെ കറക്കി കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുലോസ്ത്രീ അങ്ങോട്ടേക്ക് വരുന്നത്. 2 മണിക്കൂറായിട്ട് ഇത് തന്നെയാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. കറങ്ങുന്ന വീലിലേക്ക് അവൾ കൈവെക്കാനായിട്ട് പോയതും സുലോസ്ത്രീ പെട്ടെന്ന് സൈക്കിൾ തട്ടി താഴെയിടുന്നു. എന്നാൽ ഇത് കണ്ട കുമാല വല്ലാതെ വയലന്റ് ആകുന്നു. ആരും എത്ര പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. സ്വയം തന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുവാണ്. സുക്കീർ, ഒരു കയർ കൊണ്ടുവാ. കൈയും കാലും കെട്ടി അവളെ പുറത്ത് ചായ്പിൽ കൊണ്ടിട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കുമാലയുടെ ഈ പെരുമാറ്റം അയാൾക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദയയുമില്ലാതെ കൈയും കാലും എല്ലാം കെട്ടി അയാൾ അവളെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്നു. നേരെ പുറത്തെ ചായ്പിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ് ചെയ്തത്. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നോക്കുമ്പോൾ കുമാലയെ വീട്ടിൽ കാണാനില്ല. വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയോ മാർക്കറ്റിൽ വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ് അവൾ. ആ സമയത്താണ് കുറെ കുരുത്തം കെട്ട പിള്ളേര് കുമാലയെ കാണുന്നതും. അതാ സോൾജിമാന്റെ മോള. അതിന് വട്ടാണെന്നാ പറയുന്നത്. ഇത് കേട്ട കൂട്ടത്തിലൊരുത്തൻ കയ്യിലിരുന്ന തക്കാളി കാണിച്ചുകൊണ്ട് കുമാളെ അടുത്തേക്ക് വിളിക്കുന്നു. അവൾ അടുത്തേക്ക് ചെന്നതും അവൻ ആ തക്കാളി അവളുടെ മുഖത്തേക്ക് വെച്ച് ഉരച്ച് തേച്ചു കൊടുക്കുന്നു. ശേഷം ഭ്രാന്തി എന്ന് വിളിച്ച് കല്ലൊക്കെ വാരിയെറിഞ്ഞ് എല്ലാം കൂടി കളിയാക്കുവാണ് അതിനെ. ഈ കാര്യങ്ങളെല്ലാം കാറിലിരുന്നു കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും കാണുന്നുണ്ടായിരുന്നു.
നിൽക്കുന്നുണ്ടായിരുന്നു. അയാള് ദേഷ്യത്തോടെ വീണ്ടും കുമാലയെ പിടിച്ചുകൊണ്ട് ആ ചായ്പിലേക്ക് കൊണ്ടുവരുന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, എന്നിട്ടിപ്പോ അവള് ചന്തയിലേക്ക് പോയിരിക്കുന്നു. അതും പറഞ്ഞ് അവളെ അടിക്കാൻ വേണ്ടി അയാൾ ഒരു ചാട്ടവാറ് കയ്യിലേക്ക് എടുക്കുന്നു. സാർ പ്ലീസ് മോൾ എന്ന് ചെയ്യല്ലേ, അവൾ അറിയാതെ ചെയ്തു പോയതാ. കുമാലയെ നോക്കുന്ന ആന്റി കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ അത് കേൾക്കുന്നില്ല. അവരുടെ അത്ര പോലും സുലോസ്ത്രി ഒന്ന് തടയാൻ ശ്രമിച്ചില്ല എന്നതാണ്. ഒരു ദയയും കൂടാതെ അയാളെ കുഞ്ഞിന്റെ പുറമടിച്ച് പൊളിക്കുവാണ്. സ്വന്തം കുഞ്ഞാണെന്ന ഒരു ചിന്ത പോലും അയാൾക്കുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് അവളുടെ പുറത്തെ മുറിവ് കണ്ടതും ആ ആന്റി കരഞ്ഞുപോയി. ഒരു കൊച്ചു കുഞ്ഞിനോട് എങ്ങനെയാണ് ഇത്രയും ദുഷ്ടതരം കാണിക്കാൻ പറ്റുന്നത്? ആ വീട്ടില് അവളുടെ ഏക ആശ്വാസം ആ ആന്റി മാത്രമായിരുന്നു. അവൾക്ക് വേണ്ടി ഒരമ്മ ചെയ്യേണ്ടതെല്ലാം ആ സ്ത്രീയാണ് ചെയ്തിരുന്നത്. മോള് കരയണ്ടാട്ടോ, നാളെ മോളുടെ 8ാമത്തെ പിറന്നാൾ ല്ലേ, അതുകൊണ്ട് ആന്റി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതും പറഞ്ഞ് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പാവയെ കുമാലയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. അവൾക്കതങ്ങ് ഒരുപാട് ഇഷ്ടമായി. അടിയുടെ വേദനയൊക്കെ ആ സമ്മാനത്തിലങ്ങ് മറന്നു പോയെന്നതാണ് സത്യം. അങ്ങനെ അന്ന് രാത്രിയില് കുമാല കിടന്നുറങ്ങാൻ നേരത്താണ് അവളുടെ അലമാരയിൽ നിന്നും എന്തോ ഒരു ശബ്ദം. അവൾ ആ അലമാരയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ സമയത്ത് തന്നെ അത് പെട്ടെന്ന് തുറന്നു വരുന്നു. അതിൽ നിന്നും വികൃതമായ രൂപത്തിലുള്ള ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വേറെ ആരുമല്ല, അതാണ് സുമാല. സുമാലയുടെ ആത്മാവ്. നീ ആരാ? ഞാൻ സുമാല, നിന്റെ ഇരട്ട സഹോദരി. എന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിലെ തന്നെ അവരെന്നെ കൊന്നു കളഞ്ഞു. കുമാലയ്ക്ക് സുമാലയുടെ ശബ്ദവും രൂപമെല്ലാം കണ്ട് ശരിക്കും പേടി തോന്നി. എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ കുമാല. ഇനി മുതൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഉണ്ടാകും കേട്ടോ. സുമാല പറയുന്നത് കേട്ട് അവൾക്ക് ശരിക്കും സന്തോഷമായി. ഇത്രയും നാള് കൂട്ടുകാരൊന്നും ഇല്ലാതിരുന്ന അവൾക്ക് ഇപ്പോൾ ഒരു കൂട്ടുകാരി കിട്ടിയില്ലേ, അതും സ്വന്തം സഹോദരി. പേടിയെല്ലാം മാറി കുമാല വേഗം സുമാലുമായിട്ട് കൂട്ടാകുന്നു. അങ്ങനെ പിറ്റേന്ന് രാത്രിയായതും കുമാല പതിവ് പോലെ തന്നെ പിയാനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ശബ്ദം കേട്ട സോൾജിമാന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. അയാൾ എഴുതിക്കൊണ്ടിരുന്നതിനകത്തൊന്നും അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ദേഷ്യത്തിന് താഴേക്ക് ഇറങ്ങി വന്ന അയാള് കുമാലയുടെ മുഖത്ത് നോക്കി ഒരു ഒറ്റയടി. നിന്റെ മോളെ മര്യാദയ്ക്ക് വളർത്തിക്കോ, അതും പറഞ്ഞ് തന്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ട് അയാൾ അകത്തേക്ക് കയറി പോകുന്നു. സ്വന്തം അമ്മയായിട്ട് പോലും അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ശ്രമിച്ചില്ല. അവിടെയും ആന്റിയാണ് കുമാലയെ സമാധാനിപ്പിക്കുന്നത്. അല്പനേരം കഴിഞ്ഞതും ആരുമില്ലാത്ത തക്കം നോക്കി കുമാല സോൾജിമാന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ വന്ന് അയാളെ നോക്കി നിൽക്കെ തന്നെ അവള് തന്റെ വളഞ്ഞുപോയ കൈയും കാലുമെല്ലാം ഒരു കുഴപ്പമില്ലാതെ നൂത്തെടുക്കുന്നു. ശേഷം മേശപ്പുറത്തിരുന്നൊരു പേനയെടുത്ത് അന്തം വിട്ടിരിക്കുന്ന അയാളുടെ കയ്യിൽ നോക്കി ഒരു ഒറ്റ കുത്ത്. നിലവിളി കേട്ടുകൊണ്ട് സുലോസ്ത്രീ ഓടി വന്ന് നോക്കിയപ്പോൾ കാണുന്നതോ കൈ മുഴുവനും ചോര ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ഭർത്താവിനെയും. അയാൾ ഇത് വെറുതെ വിടുവോ? പിറ്റേന്ന് നേരം വെളുത്തതും അയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചോളപ്പാടത്തിന് നടുവിലായിട്ട് പൊരി വെയിലത്ത് ഒരു കുരിശിലവളെ കെട്ടിയിടുകയാണ് ചെയ്തത്. തന്റെ ഭർത്താവിനെ ഒന്ന് തടയാനോ മകളെ സപ്പോർട്ട് ചെയ്യാനോ പോലും സുലോസ്ത്രീ തയ്യാറായില്ല. അവർക്ക് തന്റെ മകളെക്കാളും വലുത് അവരുടെ ഭർത്താവ് തന്നെയായിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പതിവ് പോലെ എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്ന സമയം കുമാലയുടെ ആവശ്യപ്രകാരം എന്തോ എടുക്കാനായിട്ട് ആന്റി അടുക്കളയിലേക്ക് പോകുന്നു. എന്നാൽ അവരങ്ങോട്ട് പോയതും കുമാല വീണ്ടും വെറിയിടായിട്ട് പെരുമാറാൻ തുടങ്ങി. ഇന്നർ ഊരിയിട്ട് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കയറിയിരുന്ന യൂറിൻ പാസ് ചെയ്യുകയാണ് അവൾ. അതും അച്ഛനും അമ്മയിരിക്കെ. നിനക്കിത് ധൈര്യമുണ്ടായിട്ട് എങ്ങനെ ചെയ്തത്? സുക്കീറിനെ വിളിച്ചതും അയാൾ ഓടി വന്ന് കുമാലയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നു. എന്നാൽ അയാളെയും അവള് നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. സുലോസ്ത്രീ ഓടി വന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് മിററിലായിട്ട് ആ കാഴ്ച കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ കുമാലയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന സുമാല. എങ്കിലും അവരത് ആരോടും പറയുന്നില്ല. അയാളെ അടിച്ച് പഞ്ചറാക്കിയ ശേഷം കുമാല ഓടി പുറത്തേക്ക് പോകുന്നു. തൊട്ടു പിറകെ തന്നെ സുലോസ്ത്രീ മാന്റി കൂടി അവളെ തേടി ഇറങ്ങുന്നുണ്ട്. പക്ഷെ എവിടെയും കാണാനില്ല. അപ്പോഴാണ് കോഴിക്കൂടിനടുത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കിയപ്പോഴോ കൂട്ടിൽ കിടന്നിരുന്ന കോഴിയെ പച്ചയ്ക്ക് കടിച്ചു പറിച്ച് തിന്നുകയാണ് അവൾ. അങ്ങനെ പിറ്റേന്നായതും ആന്റി ഇതിനെ പറ്റി കുമാലയോട് ചോദിക്കുന്നു. മോൾ എന്തിനാ ഇന്നലെ അങ്ങനെ ചെയ്തത്? അതൊക്കെ ചീത്തയല്ലേ? ഞാനല്ല അങ്ങനൊന്നും ചെയ്തത്, അത് സുമാലയാ. എന്നാൽ പുറത്തു നിന്നിരുന്ന സുലോസ്ത്രീ ആ പേര് കേട്ടത് ഞെട്ടിപ്പോയി. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ടെൻഷനായ അവര് പെട്ടെന്ന് വീടിന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരാളെ കാണിച്ചില്ലേ, സബ്ദോ, അത് ഈ ആന്റിയുടെ മകനായിരുന്നു. കുമാലയെ അല്പനേരത്തേക്ക് അവനെ ഏൽപ്പിച്ച ശേഷം അവർ സുലോസ്ത്രീ ഫോളോ ചെയ്യാൻ തുടങ്ങി. സുലോസ്ത്രീ നേരെ പോകുന്നത് ആ മുത്തശ്ശിയെ കാണാനായിരുന്നു. കുഞ്ഞിന് വേണ്ടി ദുർമന്ത്രവാദം ചെയ്യാൻ സഹായിച്ച മുത്തശ്ശിയില്ലേ, അവർ തന്നെ. പക്ഷേ വഞ്ചിക്കാരന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് അവര് മരിച്ചിട്ടിപ്പോൾ 1 മാസത്തോളമായി. ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയായിരുന്നു അത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അന്നേരമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ആന്റിയും വരുന്നത്. ഇനിയും ഒറ്റയ്ക്ക് തന്നെ കൊണ്ട് ടെൻഷൻ താങ്ങാനാവില്ലെന്ന് സുലോസ്ത്രീക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നടന്ന കാര്യങ്ങൾ മുഴുവൻ ആന്റിയോട് പറയുന്നു. എന്റെ ദൈവമേ, മോളെ എന്ത് പണിയായി കാണിച്ചത്? അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ആന്റിയെ മകൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അങ്ങനെ വീണ്ടും 1 വർഷം കൂടി കടന്നുപോയി. കുമാലയെ ഇപ്പോൾ രാത്രി സ്ഥിരമായിട്ട് ആ ചായ്പിലാണ് അടച്ചിടുന്നത്. ആന്റി ഒഴികെ അവളോട് ആരും ഒരു ദയയും കാണിച്ചിട്ടില്ലായിരുന്നു. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ കഴുത്തറുത്ത് കൊന്നുകളയും ഞാൻ. സാർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എല്ലാ രാത്രിയിലും അവളെ ഇങ്ങനെ ആ ഷെഡിൽ അടച്ചിടല്ലേ. അപ്പോ ഞാൻ ചാവണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവൾ എന്നെ കുത്തി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. എല്ലാ രാത്രിയിലും അവളൊരു മൃഗമായിട്ട്
ആയിട്ട് മാറുകയാണ്. അയാള് പറഞ്ഞത് സത്യമായതുകൊണ്ട് തന്നെ ആന്റിക്ക് തിരികെ പറയാൻ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അയാള് പോയെന്ന് കണ്ടതും ആന്റി പതിയെ ആ ഷെഡിന്റെ അടുത്തേക്ക് വരുന്നു. മോളെ വിഷമിക്കണ്ട കേട്ടോ, നീ ആരാണെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. ആന്റിക്ക് മോളെ ഒരുപാട് ഇഷ്ടമാ. അതും പറഞ്ഞ് കുമാലയുടെ അവസ്ഥയോർത്ത് അവർ പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ പിറ്റേന്നായതും കുമാല റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ചന്തയിൽ വെച്ച് കണ്ട കുറച്ച് തലതിരിഞ്ഞ പിള്ളേരില്ലേ, അവര് വന്ന് അവളെ കളിക്കാനായിട്ട് താഴേക്ക് വിളിക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി കുമാല ഇറങ്ങി ചെല്ലുകയും ചെയ്തു. അവൾ ഇറങ്ങി വന്നതും ഒരു പന്ത് തറയിൽ വെച്ചിട്ട് അത് അവളോട് കാലുകൂടെ തട്ടാൻ പറഞ്ഞ് കളിയാക്കുന്നു. അവരുടെ ഈ കളിയാക്കല് കണ്ട് കുമാല കരയാൻ തുടങ്ങി. ഡാ നിർത്ത്, നിങ്ങൾ എന്തോ ചെയ്യുന്നത്? അതൊരു പാവമല്ലേ? അതും പറഞ്ഞ് അഹങ്കാരമൊത്ത ചെറുക്കനാണെങ്കിൽ കുറച്ച് ചെളി വാരി അവളുടെ മുഖത്തേക്ക് അങ്ങ് വാരിത്തേച്ചു. ഭ്രാന്തി എന്ന് വിളിച്ച് കളിയാക്കുന്നു, നിലത്തേക്ക് തള്ളിയിടുന്നു, കല്ല് വാറി എറിയുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്ത് അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതും കണ്ടുകൊണ്ട് ആന്റി അങ്ങോട്ടേക്ക് വരുന്നത്. നീയൊക്കെ എന്തുവാടാ ചെയ്യുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോയിക്കോ. സകലതിനെ ഓട്ടിച്ചു വിട്ട ശേഷം ആന്റി ഓടി വന്ന് അവളെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് കുമാല ആ കാഴ്ച കാണുന്നതും. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. എന്നിട്ടും അവർ തന്നെ ഒന്ന് രക്ഷിച്ചില്ലല്ലോ എന്ന് ഓർത്തതും കുമാലയ്ക്ക് അവരോട് നല്ല ദേഷ്യം തോന്നുന്നു. അങ്ങനെ അന്ന് രാത്രിയായിരുന്നു കുമാല അവളെ കെട്ടിയിടാറുള്ള ചായ്പിൽ നിന്നും എങ്ങനെയോ പുറത്തു ചാടുന്നു. മാത്രമല്ല അവളുടെ കൈക്കും കാലിനും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ അവള് സുമാലയുടെ കൺട്രോളിലാണ്. പുറത്തേക്ക് വന്നവൾ കയ്യിൽ ഒരു പ്രത്യേക തരം കത്തിയെടുക്കുന്നു. ശേഷം അതുമായിട്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് നേരത്തെ കുമാലയെ കളിയൊക്കെ കുറെ ചെറുക്കന്മാരില്ലേ, അതിലൊരു ചെറുക്കനെയാണ്. അവൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറ്റിക്കാട്ടിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്റെ കൂടെ കളിക്കാൻ വരുന്നോ? ഏത് വട്ടനാടാ അത് പാതിരാത്രി കളിക്കാൻ വന്നേക്കുന്നു? എന്നാൽ വീണ്ടും കേൾക്കുന്നു ആരോ പാട്ട് പാടുന്ന പോലൊരു ശബ്ദം. അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ അത് നമ്മുടെ കുമാലയായിരുന്നു. കുമാലയല്ല, ശരിക്കും അത് സുമാലയാണ്. സുമാലയുടെ പ്രേതത്തെ കണ്ടതും ചെക്കൻ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ അവള് വിടുവോ? പിറകെ ഓടിച്ചെന്ന് അവന്റെ മുതുകു മുതൽ നടുവരെ കത്തിവെച്ച് പൊളന്നങ്ങ് വിട്ടു. തല പൊളന്ന് അവന്റെ ബ്രെയിൻ വരെ പുറത്തെടുക്കുന്നുണ്ട്. അവനെ കൊന്ന ശേഷം ആ കൂട്ടത്തിൽ തന്നെയുള്ള മറ്റു രണ്ട് പയ്യന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. മരത്തിന്റെ മുകളിലിരുന്ന കുമാല ഒരു പാറക്കല്ലെടുത്ത് ഒരുത്തന്റെ തലയ്ക്ക് ഒരൊറ്റയേറ്. ആ ചെറുക്കൻ ഓൺ ദ സ്പോട്ടിൽ തീർന്നു. മറ്റേ ചെറുക്കന്റെ നെഞ്ചിലേക്ക് തന്നെ കത്തി കുത്തിയിറക്കി അതിനെ കൊന്നുകളഞ്ഞു. പിറ്റേന്നായതും ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവനും ആ 3 കുട്ടികളെയും തപ്പി നടക്കുവാണ്. ഇപ്പൊ തന്നെ 3 ദിവസത്തോളമായി അവർ കാണാതായിട്ട്. ആ നാട്ടിൽ ഇനി തപ്പാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. ഈ സംഭവത്തോടുകൂടി ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമായാൽ പിന്നെ ഒരു കുട്ടികളെ പോലും പുറത്തുവിടാൻ പാടില്ല. എല്ലാവരും ആ തീരുമാനത്തോട് യോജിക്കുന്നുണ്ട്. നേരത്തെ 3 പേരല്ലേ മരിച്ചോളൂ, ഇനിയും 4 പേരും കൂടിയില്ലേ ആ കൂട്ടത്തില്. ആ 4 പേരും കൂടി ഇപ്പോൾ ഒരു വീട്ടിലാണ് ഇരിക്കുന്നത്. ദാ ഇനി അവന്മാരെ വല്ല മുതലേം പിടിച്ചതായിരിക്കുവോ? ചിലപ്പോ കടുവയാണെങ്കിലോ? ചുമ്മാ പൊട്ടത്തരം പറയാതടാ. അവന്മാര് നമ്മളെ കളിപ്പിക്കാനായിട്ട് മാറി നിൽക്കുവാങ്ങാണ്ട. എന്റെ പന്ത് കൊണ്ട് ആ തെണ്ടികൾ പോയിരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീടിന്റെ വാതിലും തുറന്നുകൊണ്ട് കുമാല അകത്തേക്ക് വരുന്നത്. അവളുടെ കയ്യില് അവരുടെ പന്തുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ ആ പന്ത് മാത്രം തറയിൽ വെച്ചിട്ട് അവൾ പുറത്തേക്ക് പോകുന്നു. നീ എന്താ ഈ രാത്രിയില് പന്ത് കളിക്കാൻ വന്നതാണോ? അതും പറഞ്ഞ് അവൻ ആ പന്ത് അവളുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നാ കുമാലയാണെങ്കിൽ ആ പന്തെടുത്ത് തിരികെ അവനൊരൊറ്റ ഏറ്. അവന്മാര് വെറുതെ വിടുവോ? വീണ്ടും അവളുടെ പുറകെ ചെല്ലുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിൽ അവൾ പിടിച്ചേക്കുന്ന കത്തി ഒരു കാണുന്നത്. പിന്നെ ഇവളേക്ക് ആര് പേടിക്കാനാ? അതും പറഞ്ഞ് അവൻ ചെന്ന് കുമാലയുടെ തോളിൽ കൈവച്ചതും അവൾ അവന്റെ തോള് നോക്കി ഒരൊറ്റ വിട്ട്. ഇത് കണ്ട മറ്റൊരു ചെറുക്കൻ കത്തി വെച്ച് കുമാലയെ കുത്താനായിട്ട് വന്നതും അവന്റെ വായിലേക്ക് കത്തി കുത്തിയിറക്കി കീറിയും കളഞ്ഞു. മറ്റൊരു ചെറുക്കന്റെ തൊണ്ട മുതൽ വാ വരെ പൊളന്നങ്ങെടുത്തു. മറ്റേ ചെറുക്കന്റെ കണ്ണാണ് തോണ്ടിയെടുക്കുന്നത്. ഇനി ബാക്കി ഒരുത്തനും കൂടിയുണ്ട്. അവന്റെ തലയിലേക്ക് തന്നെ കത്തി കുത്തിയിറക്കി കളഞ്ഞു. എന്നിട്ടും കലിയടങ്ങാതെ ആ തല കൂടി അറുത്തിങ്ങെടുക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തതും ഗ്രാമവാസികളെല്ലാം കൂടി വീണ്ടും കുട്ടികളെയും തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഒരു മരത്തിന്റെ ചൂട്ടിൽ നിന്നും കരിയില കൊണ്ട് മൂടിയിട്ടേക്കുന്ന തരത്തിലെ 2 കുട്ടികളുടെ ഡെഡ് ബോഡി അവർക്ക് കിട്ടുന്നത്. മരത്തിനടുത്ത് വെച്ച് കുമാല ആദ്യം 2 കുട്ടികളെ കൊന്നില്ലായിരുന്നോ? അവരുടെ ഡെഡ് ബോഡി ആയിരുന്നു അത്. ആ കുട്ടികളുടെ അച്ഛന്മാർക്ക് സഹിക്കാനാവുമോ? മക്കളുടെ ബോഡി കണ്ട് അയാൾ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നും ഒരു പാവ കിട്ടുന്നത്. പാവ കണ്ടപ്പോഴേ അത് കുമാലയുടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാത്രമല്ല അവൾ ആദ്യമായിട്ട് കിണറ്റിന്റെ അടുത്ത് വെച്ചൊരു ചെറുക്കനെ കൊന്നില്ലേ, ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അവളുടെ തന്നെ വീട്ടിലെ കിണറ്റിലായിരുന്നു കുമാല ഇട്ടിരുന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാർ മുഴുവനും സോഡ്ജിമാന്റെ വീട്ടിൽ തടിച്ചു കൂടിയിരിക്കുകയാണ്. എന്നാൽ ഇതിനൊക്കെക്കാളും കൊടൂരമായിരുന്നു ചോളപ്പാടത്തായിട്ട് അവർ കണ്ട കാഴ്ച. കുമാല അവസാനമായിട്ട് കൊന്ന 4 കുട്ടികളില്ലേ, അവരുടെ എല്ലാവരെയും തലവെട്ടി ചോളപ്പാടത്തിന് നടുവിൽ ഒരു കമ്പിയിലായിട്ട് കോർത്തു വെച്ചിരിക്കുകയാണ്. അതിന് ചുറ്റും 4 പേരുടെ ബോഡിയും നിരത്തിയിട്ടേക്കുന്നു. ഇങ്ങനൊരു കാഴ്ച ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നേരത്തെ അവർക്ക് കുമാലയുടെ പാവ കിട്ടിയിരുന്നില്ലേ? അതോടെ നാട്ടുകാർ മുഴുവനും സോഡ്ജിമാന്റെ വീട്ടിലേക്ക് ഇറച്ചെത്തുന്നു. നിങ്ങളാ ഞങ്ങളുടെ മക്കളെ കൊന്നത്. എന്തു പറഞ്ഞടാ? ഞാൻ കൊന്നെന്നോ? അതിന് എന്ത് തെളിവാണുള്ളത്? നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ മകളായിരിക്കും. ഇത് കണ്ടോ, ഇത് ആരുടെ പാവയാ? പാവ കണ്ടപ്പോഴേ അത് കുമാലയുടെ പണിയാണെന്ന് സോഡ്ജിമാന് മനസ്സിലായിരുന്നു. പക്ഷേ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ നിന്റെയൊക്കെ നാവ് ഞാൻ പിഴുതെടുക്കും. മര്യാദക്കെല്ലാം വീട്ടിൽ പോയിക്കോ. സോഡ്ജിമാൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയതും എല്ലാവരുടെയും വായടഞ്ഞു പോയി. കാരണം ആ നാട്ടിൽ അയാൾക്ക് അത്രയും പവർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തിരികെ പോയതും സോഡ്ജിമാനും സുലോസ്ത്രയും കൂടി ചായ്പയിലേക്കാണ് വരുന്നത്. ഞാനാണ് അവളെ എല്ലാ ദിവസവും കെട്ടിയിടുന്നത്. ഇവിടുന്ന് അവളെ എങ്ങനെ രക്ഷപ്പെട്ടു പോകാനാ?
എന്നാൽ അപ്പോഴാണ് ചാക്കുകെട്ടുകൾ കൊണ്ട് മറച്ച രീതിയിൽ വലിയൊരു ദ്വാരം അവർ കണ്ടെത്തുന്നത്. അതിലൂടെയാണ് അവൾ എന്നും പുറത്തേക്ക് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. കാര്യങ്ങൾ ഇത്രയുമായതും ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സുലോസ്ത്രീ നടന്ന കാര്യങ്ങൾ മുഴുവനും തന്റെ ഭർത്താവിനോട് പറയുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അത് സുമാല തന്നെ. കാണാൻ ശരിക്കും കുമാലെ പോലെ തന്നെ. അവൾ എപ്പോഴും കുമാലയുടെ പിറകിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കാനേ അയാൾക്ക് പറ്റിയുള്ളൂ. അയാള് വേഗം തന്നെ കുമാലയുടെ അടുത്തേക്ക് പോകുന്നു. ആ കുട്ടികളേക്ക് മോളാണ് കൊന്നത്. അച്ഛൻ മോളോട് ദേഷ്യപ്പെടില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ഇത്തവണ അയാള് വളരെ സ്നേഹത്തോടു കൂടിയാണ് അവളോട് പെരുമാറുന്നതും. ഞാനല്ല അതൊന്നും ചെയ്തത്, എല്ലാം സുമാലയുടെ പണിയാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അവൾ അതൊന്നും കേൾക്കാറില്ല. കുമാല അറിയാവുന്ന കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറയുന്നു. ഇതിനൊരു പരിഹാരം കണ്ടല്ലേ പറ്റൂ. അതിനുവേണ്ടി അയാൾ മറ്റൊരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറാകുകയാണ്. പോകുന്നതിന് മുന്നേ കുമാലയെ കെട്ടിയിടാൻ സുക്കീറിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സോൾജിമാൻ പോയതും സുക്കീർ കുമാലയുടെ കാല് ഒരു വലിയ മരപ്പലകയിലായിട്ട് ബന്ധിച്ചിടുന്നു. അല്പനേരം കഴിഞ്ഞതും അവൾക്കുള്ള ഭക്ഷണമായിട്ട് ആന്റിയും വരുന്നുണ്ട്. അവളുടെ അവസ്ഥ കണ്ട് അവർക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. മോളെ, മോൾക്കൊരു കാര്യം അറിയോ? നാളെ മോൾക്ക് 10 വയസ്സ് തികയുവാ. ആന്റി എന്ത് സമ്മാനമാ തരേണ്ടത്? എനിക്ക് വേണ്ടത് ആന്റി ഇവിടുന്ന് പോകണമെന്നാണ്. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ആന്റിക്ക് ഒന്നും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ കുമാല പറഞ്ഞതനുസരിച്ച് ആന്റി തന്റെ മകനുമായിട്ട് അവിടുന്ന് പോവുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന അവൾക്കറിയാം. ഇതേ സമയം സോൾജിമാൻ ആ മന്ത്രവാദിയെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നാൽ മന്ത്രവാദി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സോൾജിമാൻ ഞെട്ടിപ്പോയി. സുലോസ്ത്രീ സാത്താനുമായിട്ടുണ്ടാക്കിയ ഇടപാടെല്ലാം അയാൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ 2 കുട്ടികളെയും നിങ്ങൾ നന്നായിട്ട് വളർത്തിയിരുന്നെങ്കിൽ 10 വയസ്സാകുമ്പോൾ സാത്താന്റെ കുട്ടി സാത്താന്റെ അടുത്തേക്ക് തന്നെ തിരികെ പോയാനെ. മറ്റേ കുഞ്ഞിനെ നിങ്ങൾക്ക് സന്തോഷത്തോടെ വളർത്താനും പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്തത് എന്താ? സാത്താന്റെ കുട്ടിയെ ആദ്യം തന്നെ കൊന്നു കളഞ്ഞു. സാത്താനുമായിട്ടുള്ള ഉടമ്പടി തുടക്കത്തിൽ തന്നെ നിങ്ങൾ 2 പേരും തെറ്റിച്ചു കളഞ്ഞു. ഇനി ഇതിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അതും പറഞ്ഞ് അയാൾ ഒരു കത്തി എടുത്ത് സോൾജിമാന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് വെച്ച് അവളുടെ ഹൃദയത്തിൽ കുത്തി ഇറക്കിയാൽ മതി. പക്ഷേ അവൾക്ക് 10 വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്യണം. അല്ലെങ്കിൽ കുമാള എന്നേക്കുമായിട്ട് സുമാലായി മാറും. പിന്നീട് ആർക്കും ഒന്നും തന്നെ ചെയ്യാനും പറ്റില്ല. അങ്ങനെ സോൾജിമാൻ ആ കത്തിയുമായിട്ട് തന്റെ വീട്ടിലേക്ക് തിരിക്കുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് സുക്കീറിനെയാണ്. അയാള് തന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നതോ ചെടികൾക്കിടയിലായിട്ടിരുന്ന് കരയുന്ന കുമാലയും. എന്നാൽ അയാൾ അടുത്തേക്ക് വന്നതും അവൾ പെട്ടെന്ന് കരച്ചിൽ മാറ്റി ചിരിക്കാൻ തുടങ്ങി. നീ എന്താടി കളിക്കുവാണോ? അയാളത് ചോദിച്ചതും അവൾ പെട്ടെന്ന് അയാളുടെ പുറത്തേക്ക് ചാടി വീഴുന്നു. എന്നിട്ട് ഒരു കത്തിയെടുത്ത് അയാളെ കുത്താനായിട്ട് വന്നതും പേടിച്ചു പോയ അയാള് വീടിനകത്തേക്ക് കയറിയ ഒരൊറ്റ ഓട്ടം. പക്ഷെ സുമാല വിടുവോ? അടച്ച കതവൊക്കെ കത്തി കൊണ്ട് കുത്തി പൊളക്കുന്നു അവൾ. അയാൾ എങ്ങനെയൊക്കെ ഓടിയിട്ടും ഒരു രക്ഷയില്ല. അവസാനം അയാള് പണ്ട് കുമാലയോട് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ കഴുത്തർത്ഥം കൊന്നുകളഞ്ഞു. ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് സുലോസ്ത്രീ. അപ്പോഴാണ് താഴെ ആരോ പിയാനോ വായിക്കുന്ന ശബ്ദം ഒരു കേൾക്കുന്നത്. ശബ്ദം കേട്ട് അവര് വേഗം താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. വിചാരിച്ചതുപോലെ തന്നെ അത് കുമാലയായിരുന്നു. പക്ഷേ അവളുടെ ദേഹത്ത് മുഴുവൻ ഉണ്ടായിരുന്ന ബ്ലഡ് കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. കയ്യിലാണെങ്കിൽ ഒരു വലിയ കത്തിയും. പേടിച്ചുപോയ അവര് പതിയെ പിറകിലേക്ക് നടന്നതും ചെന്ന് തട്ടി നിന്നതാണെങ്കിലോ കെട്ടിത്തൂക്കിയിരിക്കുന്ന സുക്കീറിന്റെ ബോഡിയിലും അയാളുടെ കഴുത്തൊക്കെ തൂങ്ങി ആടുവായിരുന്നു. അത്രയും കൊടൂരമായിട്ട് കൊന്നിട്ടേക്കുന്നു. ഇതൊക്കെ കണ്ട് പേടിച്ചുപോയ സുലോസ്ത്രീ ഓടിച്ചെന്ന് തന്റെ മുറിയിൽ കയറി കഥ അടച്ചു. എന്തിനാ അമ്മ കഥ അടച്ചത്? വാ നമുക്ക് കളിക്കാം. അതും പറഞ്ഞ് കുമാല ആ ഡോറ് മുഴുവൻ കുത്തി പൊട്ടിക്കുവാണ്. ശേഷം ആ ഡോറിന്റെ വിടവിലൂടെ അവർ നോക്കി വല്ലാത്തൊരു ചിരിച്ചിരിക്കുന്നുണ്ട് അവൾ. മാത്രമല്ല ഒറ്റ ഓട്ടത്തിന് വന്ന് ആ കതവ് ചവിട്ടി പൊളിക്കുന്നുണ്ട്. ശേഷം മറ്റുള്ളവരെ കൊടൂരമായിട്ട് കൊന്നതുപോലെ തന്നെ അവളുടെ അമ്മയെ അവൾ കൊല്ലാൻ നോക്കുന്നു. വിറക് വെട്ടുന്നത് പോലെ കാലൊക്കെ കുത്തിക്കേറി പൊളന്നെടുക്കുന്നു. ശേഷം ഒരു കൈപ്പത്തി അറുത്തങ്ങ് മാറ്റി. എന്താ നിങ്ങൾക്ക് വേദനിക്കുന്നോ? അങ്ങനെയെങ്കിൽ ജനിച്ച സമയത്ത് എന്നെ കൊന്നപ്പോൾ എനിക്ക് എന്തുമാത്രം വേദനിച്ചു കാണും. സത്യമായിട്ടും ഞാൻ നിന്നെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്റെ ഭർത്താവ് നിന്നെ അങ്ങനെ ചെയ്തത്. ശരി, അവനാണ് കൊന്നത്. പക്ഷേ കുമാലയെ നീ സ്നേഹിച്ചിരുന്നോ? അവളെ എന്താ നന്നായിട്ട് നോക്കാഞ്ഞത്? ഞാൻ അവളെ സ്നേഹിച്ചാൽ 10 വയസ്സാകുമ്പോൾ പിശാച് അവളെ കൂട്ടിക്കൊണ്ടു പോവില്ലേ? അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാ അവൾക്കൊന്നും ആകരുതെന്ന് കരുതി ഞാൻ അവളോട് ദേഷ്യം കാണിച്ചത്. എന്നാൽ സുമാല അത് വിശ്വസിക്കുന്നതേയില്ല. എനിക്ക് കുമാലയോടൊന്ന് സംസാരിക്കണം. മരിക്കുന്നതിന് മുന്നേ എന്നെ അതിനൊന്ന് അനുവദിക്കണം പ്ലീസ്. അവര് കെഞ്ചി പറഞ്ഞതും സുമാല അതിന് സമ്മതിക്കുന്നു. സുമാല ശരീരം വിട്ട് മാറിയതും അവൾ പെട്ടെന്ന് കുമാലയായി മാറി. ഞാൻ ചെയ്തതിനൊക്കെ മോൾ എനിക്ക് മാപ്പ് തരണം. അമ്മയൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. കുമാലയ്ക്ക് അവൾ അമ്മയോട് എങ്ങനെ ക്ഷമിക്കാതിരിക്കാനാകും? അവള് ഇതുവരെ നടന്നതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് അവൾ വീണ്ടും സുമാലയായി മാറിയത്. അവൾ നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. അതും പറഞ്ഞ് കത്തിയെടുത്ത് അവരുടെ വയറ്റിൽ കുത്തിയിറക്കി അവരെ കൊന്നുകളഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് സോൾജിമാൻ അങ്ങോട്ടേക്ക് വരുന്നത്. വന്നു കയറിയപ്പോഴേ അവിടെ പന്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഹാളിലായിട്ട് സുക്കീർ മരിച്ചു കിടക്കുന്നത് കണ്ടതും അയാൾ വേഗം ഓടി സുലോസ്ത്രീയുടെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ചെന്ന് മരിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയെ കണ്ടതും അയാൾക്ക് സഹിക്കാനായില്ല. അവരുടെ ബോഡിയും കെട്ടിപ്പിടിച്ച് അയാൾ പൊട്ടിക്കരയുവാണ്. എന്നാൽ അപ്പോഴാണ് സൈഡിലായിട്ട് സുമാലയും കുമാലയും നിൽക്കുന്നത് അയാൾ കാണുന്നത്. അച്ഛൻ എന്ന് മനസ്സിലായോ? സുമാല ചോദിച്ചതും അയാൾ പേടിച്ചു വിറച്ചുപോയി. അപ്പോ തന്നെ സമയം കൃത്യം 12 മണി. ആ നിമിഷം തന്നെ സുമാല മൊത്തമായിട്ട് വായ വഴി കുമാലയുടെ ഉള്ളിലേക്ക് കയറുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേരും ഒന്നായിരിക്കുകയാണ്. മാത്രമല്ല അവളെ കാണാൻ ഇപ്പോൾ നേരത്തെക്കാളും
കൊടൂരമായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു പിശാശ്. മന്ത്രവാദി കൊടുത്ത കത്തിക്കൊണ്ട് അയാൾ അവളെ കുത്താൻ നോക്കിയെങ്കിലും നടന്നില്ല. കാരണം ഇപ്പോൾ അവൾ അത്രയും ശക്തി പ്രാപിച്ചിരുന്നു. വേറെ വഴിയില്ല എന്ന് കണ്ടതും അയാൾ ജീവനും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. ഓടുന്ന വഴി സ്റ്റെയർകേസിൽ നിന്ന് തെന്നി വീഴുന്നൊക്കെയുണ്ട്. നേരെ ഗ്രാമത്തിലേക്കാണ് അയാൾ ഓടിപ്പോകുന്നത്. അവിടെ ചെന്ന് നാട്ടുകാരുടെ മുഴുവൻ അയാൾ കാര്യം പറയുന്നു. എന്റെ ഭാര്യയും സുക്കീറും എല്ലാം മരിച്ചു. അയാളത് പറഞ്ഞതും വിശ്വസിക്കാനാവാതെ നാട്ടുകാരെ മുഴുവൻ അയാളുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. ഡെഡ് ബോഡികൾ കണ്ടതും അവർ ഞെട്ടിപ്പോയി. ഇതൊക്കെ ആരാ ചെയ്തത്? നിങ്ങളുടെ മകളാണോ? എങ്കില് ഞങ്ങളുടെ കുട്ടികളെ കൊന്നത് അവള് തന്നെ ആയിരിക്കും. അങ്ങനെ നാട്ടുകാര് മുഴുവനും കുമാലയെ തപ്പി ഇറങ്ങാൻ തുടങ്ങി. ചോളക്കാട് മുഴുവനും അവൾക്ക് വേണ്ടി അവർ അരിച്ചു പെറുക്കുകയാണ്. മന്ത്രവാദി കൊടുത്ത കത്തിയെടുത്ത് സോഡ്ജിമാൻ അവളെ തേടി ഇറങ്ങുന്നുണ്ട്. അയാൾ നേരെ പോകുന്നത് ചോളപ്പാടത്തേക്ക് തന്നെയാണ്. പക്ഷേ അപ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ അവിടുന്ന് പോയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ അയാൾ മാത്രമാണ് അവിടെ ഉള്ളത്. അവളെയും തേടി അതിനുള്ളിലൂടെ അയാൾ നടക്കുമ്പോഴാണ് പാട്ട് പാടുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത്. നോക്കിയപ്പോ പാട്ടും പാടി തന്റെ അടുത്തേക്ക് വരികയാണ്. അത് കൊടൂരമായ രൂപം. ആരായാലും പേടിച്ചു പോവില്ലേ? അവള് പെട്ടെന്നൊരു കത്തിയുമായിട്ട് അയാളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. എന്നാൽ സോഡ്ജിമാൻ പെട്ടെന്ന് ഒരു ലൈറ്റ് എടുത്ത് അവളുടെ തലയിലേക്ക് ആഞ്ഞടിക്കുന്നു. ഒന്നല്ല രണ്ടല്ല 3-4 അടി കൊടുക്കുന്നുണ്ട്. ബോധം പോയ അവളുടെ നെഞ്ചിലായിട്ട് കത്തിയെടുത്ത് കുത്താനായിട്ട് വരുന്നുണ്ടെങ്കിലും ഒരു തവണ കൂടി തന്റെ കുഞ്ഞിനെ കൊല്ലാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. കൊല്ലാൻ മനസ്സ് വരാതെ അയാൾ അവളെ ഒരു ചാക്കിനുള്ളിലായിട്ട് കെട്ടിയിടുന്നു. മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു അത്. അച്ഛനോട് ക്ഷമിക്കുമോളെ, ഞാൻ ചെയ്തത് എല്ലാം തെറ്റായിരുന്നു. അതും പറഞ്ഞ് ചെയ്ത തെറ്റോർത്ത് അയാൾ കരയാൻ തുടങ്ങി. ഇത്രയും വർഷം കുമല നിങ്ങളുടെ കൂടെ തന്നെ അല്ലായിരുന്നോ? നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവളെ എത്രമാത്രം ആഗ്രഹിച്ചു. എന്നാൽ അപ്പോഴൊന്നും മാറാത്ത മനസ്സ് പെട്ടെന്ന് മാറിയല്ലേ? ഞാൻ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല. അവള് പറയുന്നത് കേട്ട് അയാൾ പെട്ടെന്ന് ചാക്കിലേക്ക് തൊട്ടതും അതിനകത്ത് സുമാല ഉണ്ടായിരുന്നില്ല. അയാൾക്ക് വീണ്ടും പേടിയായി തുടങ്ങി. ടെൻഷനോടെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് ഒരു കത്തി കൊണ്ട് സുമാല അയാളുടെ കാലിനിട്ട് വെട്ടുന്നത്. ഇനിയും മകളെന്ന സെന്റിമെന്റ്സ് വെച്ചുകൊണ്ടിരുന്നാൽ തന്റെ ജീവൻ പോകുമെന്ന് മനസ്സിലാക്കി കയ്യിൽ കിട്ടിയൊരു കത്തിയെടുത്ത് അയാൾ അവളുടെ നെഞ്ചിലേക്ക് തന്നെ കുത്തിയങ്ങിറക്കി. എല്ലാം അവസാനിച്ചു. ഒരു വിധത്തില് രക്ഷപ്പെട്ടു എന്ന് കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അയാളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കുമാല വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. ഞാൻ കുമാലയുടെ ദേഹത്ത് കയറിയപ്പോഴേ എന്റെ പല്ലിനൊക്കെ നല്ല മൂർച്ച വന്നു. കണ്ണൊക്കെ വെള്ള കളറായത് കണ്ടോ? അതുപോലെ എന്റെ ഹൃദയം ഇടതുവശത്തല്ല, അതിന്റെ സ്ഥാനമേ ഇപ്പോൾ വലതുവശത്താ. അതും പറഞ്ഞ് അവൾ അയാളുടെ വയറ് കുത്തിക്കീറി കുടൽമാല വരെ പുറത്തെടുക്കുന്നു. ശേഷം ആ കത്തി നെഞ്ചിലേക്ക് കുത്തിക്കയറ്റി അയാൾ അങ്ങ് കൊന്നുകളയുകയാണ്. പിറ്റേന്ന് നാട്ടുകാര് കാണുന്ന കാഴ്ച ഇതാണ്. ചോളപ്പാടത്തിന് നടുവിലായിട്ട് കുരിശിൽ തറച്ച മാതിരി കെട്ടിവെച്ചിരിക്കുന്ന സോഡ്ജിമാന്റെ ഡെഡ് ബോഡി. പണ്ട് ഇതുപോലെ കുമാലയോടും അയാൾ ഇത് തന്നെയല്ലായിരുന്നു ചെയ്തത്. അയാളെ മാത്രമല്ലായിരുന്നു സുമാല കൊന്നത്. അവളെ കൊല്ലാനായിട്ട് അയാൾക്ക് ഐഡിയ പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രവാദിയില്ലേ, അയാളെയും അവളങ്ങ് തട്ടി അയാളുടെ തലയ്ക്കകത്തൂടെ കത്തി ഇറക്കിയാണ് കൊന്നുകളഞ്ഞത്. സോഡ്ജിമാനും സുലോസ്ത്രയൊക്കെ മരിച്ചതറിഞ്ഞ് അവരുടെ ബോഡി കാണാനായിട്ട് ആന്റിയും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കുമാല അവരെ പറഞ്ഞു വിട്ടതും. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വർഷങ്ങൾ കുറെയായി. പക്ഷെ ഇതുവരെ ആയിട്ടും ആർക്കും സുമാലയെ കണ്ടെത്താനായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം ആന്റിയുടെ മകനായ സബ്ദോയാണ് നാട്ടുകാരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് ആരും വീടിന് പുറത്തിറങ്ങാതിരിക്കുക. സിനിമയുടെ തുടക്കത്തില് സുഡ്രീന എന്നൊരു കുട്ടിയെ സുമാല കൊല്ലുന്നത് കാണിക്കുന്നില്ലേ? അവന്റെ അച്ഛൻ ഈ കഥകളൊന്നും വിശ്വസിക്കുന്നില്ല. അബ്ദി തന്നെയാണ് തന്റെ മകനെ കൊന്നിരിക്കുകയെന്നാണ് അയാൾ പറയുന്നത്. രാത്രിയില് എന്തോ ശബ്ദം കേട്ടാണ് അയാൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ കണ്ട കാഴ്ചയിൽ അയാൾ ഞെട്ടിത്തരിച്ചുപോയി. എന്താണെന്ന് വെച്ചാൽ തന്റെ ഭാര്യയെ കൊന്നു തിന്നുന്ന സുമാല. ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടന്ന സംഭവമായിട്ടാണ് ഈ സിനിമയിൽ പറയുന്നതും. ഇപ്പോഴും സുമാല ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.